ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷേ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ അമരയ്ക്ക കുട്ടികൾ പോലും ചോദിച്ച് വാങ്ങി കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും കണ്ടു നോക്കാം. ഞാൻ ആദ്യം ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിനി 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ അമരക്കയുടെ കൂടെ 1-2 സാധനങ്ങളും കൂടെ ചേർത്തൊന്ന് തയ്യാറാക്കി വെക്കാം. അപ്പോൾ അതിൻ്റെ രുചി ഇരട്ടിക്കും. കുറച്ച് ക്യാരറ്റ് ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അമരയ്ക്ക അത് ആവശ്യത്തിന് ഇതുപോലെ ഞാൻ 2ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും 2ആക്കി കട്ട് ചെയ്തു. അങ്ങനെ 4 രീതിയിലാണ് ഒരു അമരയ്ക്ക കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിനി കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വേവുള്ള സാധനമാണ്. അപ്പോൾ നമ്മുടെ അമരക്കയും ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ചൊന്ന് വേകണം. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒന്ന് അടപ്പുകൊണ്ട് അടച്ചൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം.